ഞാനേ ഇപ്പം നിൽക്കുന്നത് തിരുവനന്തപുരം സൂല. ഞാനിവിടെ തിരുവനന്തപുരം സൂല വന്ന് കടുവയെ കണ്ടപ്പോഴാണ് ഞാൻ ആലോചിച്ചത് UPSCയുടെ ഒരു ഫേവറേറ്റ് ഏരിയ ആണ് സ്പീഷീസ് എന്ന് പറഞ്ഞത്. പലതവണ UPSC മൃഗങ്ങളുമായിട്ടുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. ഇപ്പോൾ കടുവയുടെ കാര്യം പറയുവാണെങ്കിൽ പൂച്ചയുടെ ഫാമിലി ആയിട്ടുള്ള ഫെലിഡയിലെ ഏറ്റവും ഭീമാകാരമായിട്ടുള്ള ഒരു സ്പീഷീസ് ആണ് കടുവ എന്ന് പറയുന്നത്. കടുവ കൂടാതെ തന്നെ പാന്തേര സ്പീഷീസിൽ വരുന്ന മറ്റു മൃഗങ്ങളാണ് സിംഹം, അത് കണക്കിന് ജാഗ്വർ, ലെപ്പോർഡ്, സ്നോ ലെപ്പോർഡ് പോലെയുള്ള ആനിമൽസ്. ഈ 5 മൃഗങ്ങളെ ചേർത്തായിട്ടാണ് നമ്മൾ ബിഗ് കാറ്റ്സ് എന്ന് പറയുന്നത്. ഇതിൽ ജാഗ്വാർ ഒഴിച്ച് ബാക്കി എല്ലാ മൃഗങ്ങളെയും നമുക്ക് തനതായിട്ട് ഇന്ത്യൻ കാടുകളിൽ കാണാൻ കഴിയും. ജാഗ്വാറിനെ കാണാൻ കഴിയുന്നത് അമേരിക്കൻ ഭൂഖണ്ഡങ്ങൾ. കടുവയുടെ കാര്യങ്ങൾ പറയുവാണെങ്കിൽ നമുക്ക് നിലവിൽ 6 തരത്തിലുള്ള കടുവകളുണ്ട്. ഇന്ത്യയിൽ കാണാൻ കഴിയുന്ന ബംഗാൾ കടുവകൾ, അതുകൊണ്ട് തന്നെ ഇൻഡോ മലയൻ റീജിയൻ, അതായത് കംബോഡിയ, ലാവോസ്, വിയറ്റ്നാം പോലെയുള്ള കാണാൻ കഴിയുന്ന കടുവകൾ. അതുകൂടാതെ തന്നെ മലയൻ പെനിൻസുല, മലേഷ്യയിൽ കാണാൻ കഴിയുന്ന കടുവകൾ, അതുകൊണ്ട് തന്നെ സൗത്ത് ചൈനയിൽ കാണാൻ കഴിയുന്ന കടുവകൾ. അതുകൂടാതെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ കടുവകളായിട്ടുള്ള നമ്മുടെ റഷ്യയിൽ കാണാൻ കഴിയുന്ന സൈബീരിയൻ കടുവകൾ. ലോകത്തിൽ ഒരു 70% കടുവകളും കാണാൻ കഴിയുന്ന ഇന്ത്യൻ കാടുകളാണ്. കാര്യം ഇന്ത്യൻ കാടുകൾ എന്ന് പറയുന്നത് കടുവകൾക്ക് വളരാൻ അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥ ഉണ്ടായതുകൊണ്ട് തന്നെ ഇത് കടുവ എന്ന് പറയുന്ന ഒരു കീസ്റ്റോൺ സ്പീഷീസ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷ്യശൃംഖലയിലെ ഒരു അപ്പെക്സ് പ്രെഡേറ്റർ ആണ്. അതായത് കടുവ ഒരു കാട്ടിലുണ്ടെങ്കിലും മറ്റ് ആ കാട്ടിലുള്ള മറ്റു മൃഗങ്ങളുടെ എണ്ണം അനിയന്ത്രിതമായി കൂടാതെ കടുവ നിയന്ത്രിച്ചോളും. അപ്പോൾ അതുകൊണ്ട് തന്നെ കടുവ സംരക്ഷണം എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. കടുവയുടെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ ആ ഒരു കാടിന്റെ സംരക്ഷണം കൂടിയാണ്. കാടും അത് കണക്കിന് നമ്മുടെ ജൈവ വൈവിധ്യങ്ങളും ഭക്ഷ്യശൃംഖലയും ഒക്കെ ആരോഗ്യമായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ആഗോളതാപനം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്ന വെല്ലുവിളികൾക്കെതിരെ പോരാടാൻ പറ്റും. അപ്പോൾ കടുവ സംരക്ഷണത്തിലൂടെ നമുക്ക് ഈ പറഞ്ഞ കാടും അത് കണക്കിന് നമ്മുടെ ജലവും മണ്ണും വായുവും അത് കണക്കിന് മഴയും ഒക്കെ സംരക്ഷിക്കാൻ പറ്റും. മാത്രമല്ല ഈ ഒരു കടുവ സംരക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു മനുഷ്യന്റെ നിലനിൽപ്പിനും അല്ലെങ്കിൽ മനുഷ്യന്റെ ഒരു സ്ഥിരതയ്ക്കും കൂടി ഒരു മുതൽക്കൂട്ടാണ്.